ഇറാന്റെ സൈനിക മേധാവി എന്നൊരു പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അത് ഇറാനിലുള്ള സൈനികരോട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സൈനികരിലെ ആരെയെങ്കിലും വധിക്കുകയോ അല്ലെങ്കിൽ പിടികൂടുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് $30,000 നൽകുമെന്നാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ തന്റെ രാഷ്ട്രത്തിനെതിരെ അതിക്രമം ചെയ്യുന്ന സൈനികരെ എന്നുകൂടെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കൻ സൈനികർ കരയുദ്ധം നടത്താനുള്ള സാധ്യത ഇവിടെ ഇറാൻ കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഇറാന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ന് അമേരിക്കയുടെ ചില ബേസുകൾക്ക് മുകളിലൂടെ പറന്നിട്ടുണ്ട് എന്ന വാർത്ത വരുന്നു. അമേരിക്കൻ സൈനികരുടെ നീക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പറക്കൽ നടത്തിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. എന്തായാലും ഒരു കരയുദ്ധത്തിന്റെ സാധ്യത ഒരുപക്ഷെ ഇറാൻ മുന്നിൽ കാണുന്നുണ്ടാകാം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലായിരിക്കണം അവിടെയുള്ള എല്ലാ സൈനികരും അതുപോലെ ജനങ്ങളടക്കം മൊത്തത്തിൽ അമേരിക്കൻ സൈന്യം ഇറാനിന്റെ അതിർത്തിയിലേക്ക് കടന്നാൽ അവരെ കൊല്ലുക അല്ലെങ്കിൽ പിടികൂടുക, ഈ ലക്ഷ്യമായിരിക്കണം അവരുടെ മുന്നിൽ ഉണ്ടാകേണ്ടത്. മാക്സിമം പവർ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഈ ഇനാം പ്രഖ്യാപിക്കലൂടെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ഇന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞിരിക്കുന്നത് ഇറാൻ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും ഇനി ഇറാൻ ഇല്ല എന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല എന്നാണ്. ഞങ്ങൾ അമേരിക്കൻ സൈനികരെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുരത്തുക എന്ന ഞങ്ങളുടെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കും എന്ന കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട്. 4-5 മാസം അമേരിക്കൻ സൈനികരോട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അമേരിക്ക ട്രെയിനിങ് നൽകിയിരിക്കുകയാണ് എന്നാണ്. ആ ട്രെയിനിങ് വലിയ വിലപ്പെട്ട ഒരു സംഭാവനയാണ് ഇറാന് അമേരിക്ക നൽകിയിട്ടുള്ളത് എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, ആ ഒരു പരിശീലനത്തിന്റെ ഭാഗമായി അമേരിക്കൻ സൈനികർ ദുർബലമാണെന്നും അവരെ എങ്ങനെയാണ് നേരിടേണ്ടത്, കീഴ്പ്പെടുത്തേണ്ടത് എന്ന കാര്യം ഞങ്ങളെ സൈനികർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരെ തുരത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുകൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്.